ഇന്നേ നമുക്കൊരു പരിപ്പോടെ ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഒരു സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. നമുക്കതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് അതിനകത്തോട്ട് സവോള കുഞ്ഞായി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക്, ഉപ്പ്, പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു സ്പൂണ് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം, ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കിയേക്കണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടണം. അത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമയം വേണം. എന്നിട്ട് ഈ മിക്സ് എടുത്ത് നമ്മുടെ കൈ വെച്ച് നല്ല ഷേപ്പാക്കി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ഒത്തിരി ചൂടാകണ്ട, മീഡിയം തീ മതി. മീഡിയം തീയിൽ വെച്ചാൽ ഇത് നല്ലതായിട്ട് അകം നല്ല വെന്ത് പുറം നല്ല ക്രിപ്സി ആയിട്ട് വരത്തുള്ളൂ. ഒത്തിരി തീ ഇട്ടാൽ അത് അകംഭാവം വേഗില്ല. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഒരു കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ ഇത് സംഭവം പൊളിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.